ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ കുറേ നാളായിട്ട് ഇടണം എന്ന് വിചാരിച്ചിരുന്ന് എഡിറ്റിംഗ് കഴിയാത്ത കാരണം മാറ്റി വെച്ചൊരു വീഡിയോ ആണ്. ഇതെൻ്റെ മക്കളുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. രണ്ടാളും ഒരേ മാസമാണ് ജനിച്ചത്. ഒരാഴ്ചയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പം അത് കാരണം തന്നെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്യാച്ച് ചെയർ എന്ന് പറഞ്ഞത് ഒരു ഇൻഡോർ പ്ലേ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു പാർട്ടി റൂമും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കതൊരു 2 hours നമുക്കായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ കിഡ്സിന് അവിടെ കളിക്കുകയും ചെയ്യാം. ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഔട്ട്സൈഡ് ഫുഡ് അവർ അലോ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇങ്ങനെയുള്ള പാർട്ടി സ്ഥലങ്ങളിൽ പിസ്സ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിസ്സ പിന്നെ ഐസ്ക്രീം ഇതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെ മൂത്ത മോന് 6 വയസ്സാണ്. അപ്പോൾ അവനെ വെച്ച് നോക്കുമ്പോൾ അവൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടമാവുക. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ കിഡ്സ് പാർട്ടി, അവരുടെ ഫ്രണ്ട്സ് വരണം, അതൊക്കെയാണ് അവർക്ക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലമാകുമ്പം അവർക്ക് അത് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ബെറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ പാർട്ടി റൂം. അപ്പോൾ നമുക്ക് എത്ര പേരുണ്ട് അതിനനുസരിച്ച് അവർ നമുക്കൊരു റൂം അറേഞ്ച് ചെയ്ത് തരും. ആ റൂം നമ്മളൊരു 2 hours ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ കളിക്കാൻ പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷേ പാർട്ടി റൂം നമുക്ക് 2 hours കിട്ടുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് അതുപോലെ തന്നെ പാർട്ടി കേക്ക് കട്ട് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് അവർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു പാർട്ടിയുടെ ഡെക്കറേഷൻ ഇങ്ങനെ ആയിരിക്കണം എന്ന്. അപ്പോൾ അത് ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾക്ക് അത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിനിവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഒരു പാസ്റ്റൽ ഗ്രീൻ കളർ തീമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കളറിൽ തന്നെ നമുക്കെല്ലാം മേടിക്കാൻ കിട്ടി. അപ്പോൾ ഇവിടെ ടെമൂലാണ് കേട്ടോ ഞാൻ എല്ലാം ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. ഞാൻ മോസ്റ്റ്ലി എല്ലാ ബർത്ത്ഡേ ഡെക്കറേഷൻസും ടെമൂൽ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു 45 മിനിറ്റ്സോളം ഡെക്കറേഷൻ തന്നെ പോയി കേട്ടോ. കാരണം ഇത് അത്യാവശ്യം ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ ബലൂൺസൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വീർപ്പിച്ച് ഒരു ആർച്ച് പോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ തലേദിവസം തന്നെ നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് ആ ഒരു ആർച്ച് പോലെ ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ഫ്രണ്ട് വന്നിട്ട് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ വരുന്നത്. ഒരു പ്ലെയിൻ കേക്ക് മേടിച്ച് അതിൽ ഇതുപോലെ കുറച്ച് ബോൾസ് ഒക്കെ വെച്ച് ഞങ്ങൾ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ അവരവിടെ അനൗൺസ് ചെയ്തു ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന്. ആ ഒരു സമയത്താണ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിപ്പട്ടാളൊക്കെ വന്ന് ഇവിടെ നിന്നത്. ഇതാ അവരൊക്കെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് സമയം കളയാണ്ട് കേക്ക് കട്ട് ചെയ്യാം അല്ലേ. Happy birthday to you. Happy birthday to you. Happy birthday dear David. Happy birthday to you. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഇവിടെ ഇവർക്കുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി.
അത് കഴിഞ്ഞ് നമ്മൾ പാർട്ടി റൂമൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാ ഡെക്കറേഷനും മാറ്റി അവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വന്നിട്ട് നമുക്ക് എത്ര നേരം വേണേലും കളിക്കാം, അതൊന്നും പ്രശ്നമില്ല. പാർട്ടി റൂമാണ് നമുക്കൊരു 2 hours തരുന്നത്. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ നല്ല കളിയായിരുന്നു, പിന്നെ എല്ലാ കുട്ടികളും നല്ല കളിയായിരുന്നു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ചെറിയ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദേവൂട്ടനും നല്ല കളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പാർട്ടി അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ധ്രുവന് അപ്പം തന്നെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് തുറക്കാടാന്ന് പറഞ്ഞാൽ ഒന്നും അവൻ സമ്മതിച്ച് തരില്ല. പിന്നെ തുറക്കണ വരെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഓക്കെ, അതൊക്കെ ഒന്ന് തുറക്കാമെന്ന് വിചാരിച്ചു. ഇതാ അപ്പോൾ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് 2 പേർക്ക് കൂടി കിട്ടിയ ഗിഫ്റ്റ്. ഇപ്പോൾ മറ്റാൾ ഉറക്കാണ്, അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ എവിടെ എടുത്തു വെക്കും എന്നുള്ളതാണ് അടുത്തൊരു പണി. അവൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ ഇപ്പോൾ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ. പാർട്ടി ഇവിടെ തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്തൊരു പാർട്ടിയാണ്. ഇതല്ലാതെ ഇവരുടെ പിറന്നാൾ ഉണ്ടായിരുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ 2 ആളിനെയും കൂടി ഒരെണ്ണം സെലിബ്രേറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മാസം ഫുള്ള് നമുക്ക് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് ഒരു കേക്ക് കട്ട് ചെയ്തു, പിന്നെ അവൻ്റെ പിറന്നാളിന് സദ്യ വെച്ചു. അപ്പോൾ മൂത്ത ആളുടെയും ഇതുപോലെ പിറന്നാളിന് ഫുഡ് ഉണ്ടാക്കി, പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിന് കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ഒരു ഫുൾ സെലിബ്രേഷൻ മന്ത് ആയിരുന്നു കേട്ടോ ഇത്. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോൻ്റെ ഹാഫ് ബർത്ത്ഡേക്ക് ഞാൻ ഇതുപോലെ ഒരു 3D ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കും ഇങ്ങനെ ഒരു 3D ബാക്ക്ഗ്രൗണ്ട് ഞാൻ മേടിച്ചു, ഇവർ 2 ആളുടെയും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹാഫ് ബർത്ത്ഡേ പോലെയല്ലല്ലോ, അപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ആയപ്പം അവ ഇരിക്കുന്നേ ഇല്ല, ഓട്ടായിരുന്നു. എന്നാലും 1-2 ഫോട്ടോസൊക്കെ ഞാൻ ഒപ്പിച്ചു 2 പേരുടെയും. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ 1ാം പിറന്നാളിൻ്റെ സദ്യ റെഡിയായി. നമ്മൾ ആദ്യത്തെ പിറന്നാളിന് ഇങ്ങനെ വാവേനെ മുണ്ടൊക്കെ എടുത്ത് ഇല വിളമ്പി സദ്യയൊക്കെ വിളമ്പി ഫുഡൊക്കെ വിളമ്പി കൊടുക്കുമല്ലോ. അപ്പോൾ അതൊരു മെമ്മറിയാണ്. അപ്പോൾ അവർ കഴിക്കുകയോ കഴിക്കില്ലേ അത് 2ാമത്തെ കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഇരുത്തി അവൻ തന്നെ കഴിക്കുന്ന ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുന്ന ഒരു മെമ്മറിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഒപ്പം ഞങ്ങളും വാരിക്കൊടുത്തു. പിന്നെ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ്റെ വക ഉണ്ടായിരുന്നു കേട്ടോ, പായസമൊക്കെ കൊടുക്കൽ. മാമുണ്ടോളൂ, ഐ സദ്യ കഴിച്ചോളൂ, പെരുന്നാൾ സദ്യ കഴിച്ചോളൂ കുട്ടി. കുറേ കഴിഞ്ഞപ്പോൾ സദ്യ കൊണ്ട് പൂക്കളിടലൊക്കെ ആയിരുന്നു കേട്ടോ അവൻ്റെ പരിപാടി. അത് ഫുള്ള് ഇലയിലൊക്കെ ആക്കി അവിടെ കളഞ്ഞ് ഇവിടെ കളഞ്ഞ്, എന്തായാലും നല്ല രസമായിരുന്നു കാണാൻ. കൊടുത്തോളൂ. അങ്ങനെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ അടുത്ത ആഘോഷം മൂത്ത ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ മാത്രമായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു കേട്ടോ. ആഘോഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. ചെറിയാളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേറ്റും കൂടി ഞങ്ങൾ ആഘോഷിച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ആ ഒരു ദിവസം ഒന്നുമില്ലാതെ പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം അത് കാരണം ആ ഒരു ദിവസം നമ്മൾ ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത്, പിന്നെ എൻ്റെ ഫ്രണ്ട് ഇവിടെ കേക്ക് ബേക്ക് ചെയ്യും, ഹന. അപ്പോൾ ഹനയുടെ അടുത്തു നിന്ന് ഒരു കേക്കൊക്കെ മേടിച്ച്, പിന്നെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മളൊന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ഒരു സിമ്പിൾ സെലിബ്രേഷൻ ആയിരുന്നു, പക്ഷെ അതും എല്ലാവരും കൂടി നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി.
അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ 2 കുറുമ്പന്മാരുടെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.